ഒരു പാൻ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 2 സവാള ചെറിയ രീതിയിൽ ഇതുപോലെ നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ടൊമാറ്റോ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൽ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച കണവ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിതിലോട്ട് ഒട്ടും തന്നെ ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ മീനിൽ ഉണ്ടായിരുന്ന വെള്ളമാണ് ഇതിലുള്ളത്. ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതാ കണ്ടല്ലോ, ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുത്തതാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഇപ്പോൾ വെന്താണ്. ഈ കണവയിൽ നിന്നിറങ്ങിയ വെള്ളമാണ് ഈ കിടക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ വെന്തതിന് ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം.